അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ ഇത്രയും ദൂരം വന്നിട്ട് നമ്മളൊരു ഹോട്ടൽ പോലും കണ്ടുപിടിച്ചിട്ടില്ല. A few moments later. എന്താ ഇവിടെ വഴിയിൽ ഇങ്ങനെ കാറിട്ടിരിക്കുന്നത്? ഞങ്ങളാണെങ്കിൽ ഇവിടെ അടുത്ത് വല്ല ഹോട്ടലോ വല്ലതും ഉണ്ടോ എന്ന് തിരക്കി വന്നൊരു ഷൂട്ട് ചെയ്യേണ്ടി വന്നാണ്. ഫുഡ് കഴിക്കാനാണോ? ഞങ്ങൾ വില്ലേജ് ഫുഡ് കേരള എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് റെഡിയാക്കി തരാം. പോരുന്നോ? വില്ലേജ് ഫുഡ് കേരള ഒരു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്നാ ഞാൻ കയറട്ടെ. അപ്പൊ ഇന്നത്തെ പരിപാടി നല്ലൊരു ഓണമായിട്ട് സദ്യക്കൊപ്പം കിടില് അവിയല്. അപ്പൊ എല്ലാവർക്കും വില്ലേജ് ഫുഡ് കേരളയുടെ പാലക്കാടൻ രുചിയാണത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അവിയൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സവാള ഗിരിഗിരി എന്ന് പറയുന്ന പോലെ സവാള ഇല്ലാത്ത അവിയൽ നമ്മളിങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരെ എവിടം വരെ എത്തി? നമുക്കൊരു 12 മണിക്ക് ഏകദേശം ആയിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ 1 മണിക്കുള്ളിൽ സെറ്റ് ആവുമോ? ഓക്കെ. ഈ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് ആ പ്രചോദനമായത്? ആരാണ് ഞങ്ങൾക്ക് പ്രചോദനം തന്നത്? ഞങ്ങളുടെ ഓണറാണ്. ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റെഡി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ തരിക പറയില്ലേ, അതുമാതിരി നല്ല എനർജി ആയിട്ട് തന്നു. ഞങ്ങളിപ്പോൾ ഹാപ്പിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ. നിങ്ങൾക്ക് ഇപ്പോ ഈ വെളിയിലുള്ള കുറെ ആളുകളൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിൽ കുറെ ചേട്ടന്മാര് അങ്കിൾമാരൊക്കെ ചെയ്യുന്നുണ്ട്, ചേച്ചിമാര് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരെണ്ണത്തിൽ രാഹുൽ ഗാന്ധി വന്നൊരു എപ്പിസോഡ് ഉണ്ട്. അതേപോലെ ഇനി ഒരു സെലിബ്രിറ്റി ഞങ്ങളുടെ ചാനലിൽ വരണമെന്ന് തോന്നിയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആരോ ചേച്ചി? ഞങ്ങൾക്ക് അങ്ങനെ സെലിബ്രേറ്റ് വരണം എന്നുള്ള താല്പര്യമല്ല കൂടുതലും. ഞങ്ങൾക്ക് പാവപ്പെട്ട കുറെ കുട്ടികള് മക്കള് അങ്ങനെയുള്ളവരുണ്ടാവില്ലേ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാണ്ടിരിക്കുന്ന ആൾക്കാര്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്നാലും നിങ്ങളിങ്ങനെ പറഞ്ഞു സംഭവം ശരിയാണ്, നമുക്ക് അങ്ങനെ കൊടുക്കാൻ സന്തോഷം. എന്നാലും നമുക്കൊരു സെലിബ്രിറ്റീനെ കൊണ്ടുവന്ന് ഇതേപോലെ ഇപ്പൊ ഞാൻ ഇരിക്കണ പോലെ എന്റെ കൂട്ട് വേറൊരു സെലിബ്രിറ്റീനെ അങ്ങനെ ആഗ്രഹമില്ലേ? ചേച്ചിനെ കണ്ടറിയാം. അതാരാണ്? പക്ഷെ പറഞ്ഞാൽ കോമഡി ചെറിയ ആഗ്രഹമില്ല, വലിയ ആഗ്രഹമാണ്. എന്തറിയോ, ലാലേട്ടനെ കാണുന്ന ഒരു ആഗ്രഹമുണ്ട്. ലാലേട്ടൻ ഇതേപോലെ വന്ന് നിങ്ങളുടെ കുക്കിങ്ങിൽ പാർട്ടായല്ലേ? അല്ല, ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, നമ്മള് വലുതായി ആഗ്രഹിച്ചാ ചെറുതായി നടക്കും പറയില്ലേ. അതുപോലെ ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് ലാലേട്ടൻ വരണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ചെറുതായി നടന്നാ ഞങ്ങളുടെ ഭാഗ്യമായി. ഞങ്ങൾ പിന്നെ ഒന്നുമില്ല, ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, നടക്കുന്നില്ല. ലാലേട്ടൻ വരണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അത് നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്കപ്പോ പുതിയൊരു എക്സ്ക്ലൂസീവ് എപ്പിസോഡ് ആക്കാം. ഓക്കെ, സെറ്റ് ആക്കാം. ഓക്കെ. ഇപ്പൊ രചന ചേച്ചി പറഞ്ഞു ലാലേട്ടൻ കൊണ്ടുവരണം, ലാലേട്ടനും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണമെന്ന്. അപ്പം ധന്യ ചേച്ചിക്ക് ആരെയാ താല്പര്യം? മമ്മൂക്കനെ പറ്റുമോ? അല്ല, ചേച്ചി ലാലേട്ടനെ പറഞ്ഞു, ഞാൻ മമ്മൂക്കനെ പറഞ്ഞു. ലാലേട്ടനും മമ്മൂട്ടി രണ്ടുപേരും ഈക്വലായിട്ട് ഇവിടെ ഫാൻസ് ഉണ്ടല്ലേ. അപ്പൊ ചേച്ചിക്കോ? ചേച്ചിയും കൂടെ പറയാനുള്ളൂ, പറഞ്ഞോ. അപ്പൊ പിന്നുള്ളത് ജയറാമായി. ഞാൻ ചോദിക്കാൻ വരും, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അവിയലാണ്. ഈ അവിയലിന്റെ പ്രത്യേകത എന്താണ്? പാലക്കാടിന് എന്തെങ്കിലും ഒരു എസൻസ് ഇതിനകത്തുണ്ടോ? എന്ത് സ്പെഷ്യാലിറ്റി എന്താ ഈ അവിയലിന്റെ? അവിയല് ഞങ്ങൾക്ക് അറിയണ അവിയൽ ഇതാണ്. ഇതിൽ വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതിന് വെളിയിലത്തെ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളിത് പച്ചമുളകും ജീരകവും തേങ്ങയും കൂടി അരച്ച് ഇതൊന്ന് വേവിച്ച് അതിലിട്ട് പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് അവിയൽ റെഡിയാക്കും. പിന്നെ സദ്യ എന്ന് പറഞ്ഞ അവിയൽ ഇല്ലാണ്ടുണ്ടോ? ഓണസദ്യയില് മെയിൻ നമ്മുടെ പാലക്കാട്ടിൽ എന്തായാലും പാലക്കാട് സദ്യയുടെ പ്രത്യേകത എന്താ? ഞാൻ കഴിച്ചിട്ടില്ല പാലക്കാട് സദ്യ. പാലക്കാട് സദ്യ വെക്കുമ്പോ ചോറിന്റെ കൂടെ കൂട്ടുകറി, അവിയല്, ഇഷ്ടു അറിയോ? ഉരുളക്കിഴങ്ങ് പാലൊഴിച്ച് വെക്കുന്നത്, മസാലക്കറി. മസാലക്കറി വേറെ. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് അപ്പത്തിന് ഞങ്ങളുടെ സ്റ്റൈലില് ഇഷ്ടു. നിങ്ങൾക്ക് സ്റ്റൂ വേണോന്നുണ്ടെങ്കിൽ പാലക്കാട് വരുമ്പോ അത് ഇഷ്ടു. ഓക്കെ. പിന്നെ വേറെ സാധനം? പിന്നെ പപ്പടം, സാമ്പാറ്, പായസം. ഇതൊക്കെ തന്നെ നമ്മുടെ പാലക്കാട്. ഇഞ്ചിപ്പൊടി, അച്ചാറ്, മസാലക്കറി, ഇഞ്ചിക്കറി എന്ന് പറയുന്ന സാധനം. അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ അവിയൽ
സെറ്റ് ആവുന്ന ചേച്ചിമാരെ നമുക്ക് നോക്കാം. റെഡിയൊക്കെ അല്ലേ? ഗൈസ് നമ്മൾ വെട്ടിക്കൂട്ടി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പാചകത്തിലേക്ക് കിടക്കുകയാണ്. അതിന്റെ പാകം ചെയ്യാൻ എടുക്കുക അല്ലേ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉരുളി പൊക്കൽ. കമോൺ. ആ പൊക്കിക്കോ. നമ്മുടെ അവിയലിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഗൈസ് മഴ ചതിച്ചു ഗൈസ്. നമ്മളിപ്പോൾ ഭയങ്കര മഴയത്താണെങ്കിൽ കൂടിയും അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ കുക്കിംഗ് എല്ലാം തീർത്ത് സെറ്റാക്കി അവിയൽ തരും എന്ന് പറഞ്ഞ ആ ഒരു പ്രതിബദ്ധതയോട് കൂടി നിൽക്കുകയാണ് നമ്മുടെ രണ്ട് ചേച്ചിമാർ. നമുക്ക് നോക്കാം. സെറ്റല്ലേ? സെറ്റ്. നിങ്ങൾ എന്ത് ഇങ്ങനെ ഒരു സ്പേസ് എടുത്തിരിക്കുന്നത് ഈ പാചകത്തിനൊക്കെ? വേറെ എന്തെങ്കിലും വീട്ടിനുള്ളിൽ വല്ലതും ചെയ്താൽ പോരെ? ഇതേ പാലക്കാടാ. പാലക്കാടിലുള്ള ഏറ്റവും നല്ല മനോഹരമായ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ മുണ്ടൂര് അത് കണ്ടോ? ബാക്ക് നോക്കിയാൽ മലയും കാടും പച്ചയും. ഇതാണ് ഞങ്ങളുടെ കുക്കിങ്ങിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഈ സ്ഥലത്തിനോടാണ്. മാവനെ നമുക്ക് കറി 30 മിനിറ്റിലാകുന്നല്ലേ പറഞ്ഞത്? നമുക്ക് നോക്കാൻ പോവാ. അപ്പൊ നമ്മുടെ അവിയൽ റെഡി. ഇനി നമ്മുടെ അവിയലിലേക്ക് ഫൈനലായിട്ട് അതിന്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം. അതെ, നല്ല രീതിയിൽ നല്ല കറിവേപ്പിലേക്ക് ഇട്ട് നല്ല എന്താണ് പറയാ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമുക്ക് കണ്ട തന്നെ ഒരു എണ്ണി എണ്ണ. ഇനി നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണം. വേറെ എണ്ണകളൊന്നും പാടില്ല. കുറച്ചു വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കണ്ടുപോയില്ലേ. അന്തിക്കടം കമത്തി നീളം കല്ല് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. വെള്ളം അവക്കറിയില്ല. ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഞങ്ങള് ഓൾമോസ്റ്റ് ഹംഗ്രിയാണ്. പോവാം. ഓക്കെ. അപ്പൊ ഇവിടെ കൊറേ കറികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ അവിയൽ. നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമുക്ക് ചോറ് നല്ല. അപ്പൊ ഇനി ചോറിട്ടെ. വിശന്ന് വന്നതല്ലേ? അതെ. അപ്പൊ നന്നായി വയറ് നിറയെ കഴിക്കണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് അവിയൽ നമ്മൾ അവിയലെടുത്ത് സാമ്പാറും അവിയലും ഒരു തുള്ളി ഇഞ്ചിപ്പുളിയും കൂടെ എടുക്കാം അല്ലേ. എടുത്തത് നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ചോ. 2 പ്രാവശ്യം കഴിക്കണം. ഒന്നല്ല 2 പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടേ പോളൂ. അടിപൊളിയായിട്ടുണ്ട്. ചുമ്മാ പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ്. കാരണം നമ്മൾ ഇത്രയും പണി എടുത്തിട്ട് നമ്മൾ അതുകൊണ്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഇങ്ങനെ തുള്ളി ചാടുകയാണ്. കിടിലേ. അപ്പൊ ഈ തിരുവോണം ഞങ്ങൾ ചേച്ചിമാരുമായിട്ട് ചേർന്ന് ഒരു നല്ല പാലക്കാടൻ രുചിയോണം ആക്കിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇതേപോലെ ഒരു രുചിയോണായിട്ട് വരാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതെ, ഞങ്ങൾ നാളെ ഒരു സ്പെഷ്യൽ കുമ്പളങ്ങ പായസം ചെയ്യുന്നുണ്ട്. അതും കൂടെ കഴിച്ചിട്ട് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ആ കുമ്പളങ്ങ പായസം കൂടെ കഴിച്ചിട്ട് വരാം. അപ്പൊ അതുവരെ നിങ്ങൾ തിരുവോണം നല്ല രീതിയിൽ ആഘോഷിക്കുക. നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആയിട്ട് അടിച്ച് പൊളിക്കുക. അപ്പൊ അതുവരെ നമുക്ക് ഹാപ്പി ഓണം.